ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. ദുബായ് പോലീസ് സംഘടിപ്പിച്ച സ്വാറ്റ് ചലഞ്ചിൽ ചൈനീസ് പോലീസ് ബി ടീം ജേതാക്കൾ. ചലഞ്ചിന്റെ 6ാമത് എഡിഷനായിരുന്നു ഇത്തവണത്തേത്. ദുബായ് അൽ റുബയ്യ ട്രെയിനിംഗ് സിറ്റിയിലാണ് ചലഞ്ച് നടന്നത്. 480 പോയിന്റുകൾ സ്വന്തമാക്കിയാണ് ചൈന പോലീസ് ബി ടീം ഇത്തവണത്തെ ചലഞ്ചിൽ കിരീടമണിഞ്ഞത്. 470 പോയിന്റുമായി കസാഖിസ്ഥാനിലെ സുങ്കർ ടീമും 457 പോയിന്റ് നേടി ചൈന പോലീസ് സി ടീമും വിജയികളായി. ടാക്ടിക്കൽ ഓപ്പറേഷൻസ് ചലഞ്ച്, അസോൾട്ട് ചലഞ്ച്, ഓഫീസർ റെസ്ക്യൂ മത്സരം, ഹൈ ടവർ ചലഞ്ച്, ഒബ്സ്റ്റക്കിൾ കോഴ്സ് എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ചലഞ്ചുകളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മറി വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിജയിച്ചവരെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും അൽ മറി പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മത്സരക്ഷമതയും വൈദഗ്ധ്യം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം നടക്കുന്നത്. മത്സരത്തിന്റെ 6ാം സീസണാണ് ഇത്തവണ നടന്നത്. 5 ദിവസം നീണ്ടുന്ന ചലഞ്ചിൽ പുതുതായെത്തിയ 8 രാജ്യങ്ങൾ ഉൾപ്പെടെ 48 രാജ്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധേയമായ 114 ടീമുകളാണ് പങ്കെടുത്തത്. മത്സരാർത്ഥികളിൽ 5 വനിതാ ടീമുകളും മാറ്റുരയ്ക്കാനെത്തി എന്നതായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. 24 ദുബായ്. കണ്ണൂർ SN കോളേജ് സ്ഥാപിതമായതിന്റെ 65ാം വാർഷികം ദുബായിൽ വിപുലമായി ആഘോഷിക്കുന്നു. സ്നേഹസംഗമം എന്ന പേരിലാണ് SN കോളേജ് അലൂമിനി ആഘോഷം ഒരുക്കുക. 3 തലമുറയിലെ അധ്യാപകരും ലോകമെമ്പാടുമുള്ള SNലെ പൂർവ്വ വിദ്യാർത്ഥികളും പരിപാടിയുടെ ഭാഗമാകും. ഏപ്രിൽ 6-നാണ് പരിപാടി. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രശസ്തരടക്കം ദുബായിൽ നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമാകുമെന്നും സംഘാടകർ അറിയിച്ചു. ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് തിരിച്ചയക്കുന്ന നടപടിയിൽ അമേരിക്കയെ ആശങ്ക അറിയിച്ചതായി ഇന്ത്യ. കുടിയേറ്റക്കാർക്കെതിരെ മോശമായി പെരുമാറരുത് എന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി. അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ വിലങ്ങുകളണിയിച്ച് സൈനിക വിമാനത്തിൽ നാടുകടത്തിയ അമേരിക്കയുടെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. കുടിയേറ്റക്കാരോട് മോശമായി പെരുമാറരുതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. On the issue of mistreatment, it's a valid issue to raise, and we continue to emphasize to US authorities that there should be no mistreatment of deportees. But this is a continuing exercise and conversation, and we will continue to take up any instances of mistreatment that come to our attention. 2012-ൽ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് നാടുകടത്തിയതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി. വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ നോട്ടീസുകൾ ഇന്നും ചെയർമാൻ തള്ളി. വിഷയം പാർലമെന്റിന് പുറത്ത് ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. PCCകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധിക്കും. ഡൽഹി PCC അധ്യക്ഷൻ ദേവേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. 24 ഡൽഹി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും ഭൂനികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ച 2ാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. ഭൂനികുതിയിൽ 50% വർധനയാണ് വരുത്തിയത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബജറ്റ് ആശ്വാസമാണ്. 1 ഗഡു ക്ഷാമബത്ത കൂടി ധനമന്ത്രി പ്രഖ്യാപിച്ചു. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം നൽകും. കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്നൊരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. വരുമാന വർധനവിന് ഊന്നൽ നൽകുന്നതാണ് KN ബാലഗോപാലിന്റെ 5ാമത്തെ ബജറ്റ്. ഭൂനികുതി പരിഷ്കരണത്തിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള നികുതി സ്ലാബുകളിൽ 50% വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരാറിന് 5 രൂപ എന്നുള്ളത് 7 രൂപയായി മാറും. ഉയർന്ന സ്ലാബ് നിരക്കായ ഒരാറിന് 30 രൂപ എന്നുള്ളത് 45 രൂപയായി മാറും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കുമെന്നാണ് ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം. വില അനുസരിച്ചായിരിക്കും നികുതിയിൽ മാറ്റം വരിക. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെന്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. ഈ നികുതി വർധനയിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8% നികുതിയും, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും ഈടാക്കും. ഈ നികുതി വർധനവിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. കോൺട്രാക്ട് കാരിയേജ് വാഹനങ്ങളുടെ നികുതിയും പരിഷ്കരിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നത് 15 കോടി രൂപയുടെ അധിക വരുമാനം. സ്റ്റേറ്റ് കാരേജ് വാഹനങ്ങളുടെ നികുതി 10% കുറച്ചു. 15 വർഷം കഴിഞ്ഞ ബൈക്ക്, മുച്ചക്ര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. VK മോഹനൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ
കോടതി ഫീസും കൂട്ടി. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഹേബിയസ് കോർപ്പസ് പൊതുതാൽപര്യ ഹർജികൾക്ക് നിലവിലുള്ള ഫീസ് ഒഴിവാക്കിയിട്ടുമുണ്ട്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വിഴിഞ്ഞം വവ്വാമൂലയിൽ വൃക്കരോഗബാധിതരായ ഇരട്ടക്കുട്ടികളെയും അമ്മയെയും പുറത്താക്കി വീട് പൂട്ടി ഭർത്താവ്. 29 വയസ്സുകാരിയെയും 5 വയസ്സുള്ള ഇരട്ടക്കുട്ടികളോടുമാണ് ഈ ക്രൂരത. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? അതായത് പ്രവിത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം വിഴിഞ്ഞം വവ്വാമൂലയിൽ വൃക്കരോഗികളായ ഇരട്ടക്കുട്ടികളെയും മാതാവിനെയും ഇത്തരത്തിൽ പൂട്ടി ഗൃഹനാഥൻ മുങ്ങിയത്. ഇന്ന് ഉച്ച മുതൽ ഭക്ഷണമോ മരുന്നോ കഴിക്കാതെ ബുദ്ധിമുട്ടിലായിരുന്ന ഇവർക്ക് നാട്ടുകാരാണ് വിവരം അറിഞ്ഞ് ഭക്ഷണമൊക്കെ വാങ്ങി നൽകിയത്. അല്പസമയം മുമ്പ് ഇവർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെത്തി എന്തായാലും അഭയം തേടിയിട്ടുണ്ട്. ഈ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഭർത്താവ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡന കേസ് ഈ ഭാര്യ നൽകിയിരുന്നു. മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ഓർഡറും ഇവർ വാങ്ങിയിരുന്നു. അത്തരത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. അങ്ങനെയാണ് ഇത്തരത്തിൽ ഒടുവിൽ ഈ ഭർത്താവ് ഭാര്യയെ ഇത്തരത്തിൽ വീട് പൂട്ടി ഭർത്താവ് മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വിഴിഞ്ഞം പോലീസ് ഈ ഭർത്താവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി നിൽക്കുന്ന സാഹചര്യമാണ്. 29 വയസ്സുള്ള സ്ത്രീയും ഒപ്പം 5 വയസ്സുള്ള 2 ഇരട്ടക്കുട്ടികളും. ഈ കുട്ടികളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ വൃക്കരോഗം ഉൾപ്പെടെയുള്ളവരാണ്. ഇവരാണ് ഉച്ച മുതൽ ഭക്ഷണമോ വെള്ളമോ ഒന്നും ലഭിക്കാതെ വലിയ ബുദ്ധിമുട്ട് സ്വന്തം വീടിന് മുന്നിൽ അനുഭവിച്ചു. എന്തായാലും ഭർത്താവിനെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുമെന്നാണ് വിഴിഞ്ഞം പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഭർത്താവിനുള്ള അന്വേഷണം പോലീസ് തുടരുന്നുണ്ട്. ഈ എത്രമാത്രം വലിയ വിശാല മനസ്കരാണെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ മനഃസാക്ഷി വിരുദ്ധമായ ഒരു കാര്യം എങ്ങനെ ഈ പുരോഗമന സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന എന്നൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. എന്തായാലും വിഴിഞ്ഞം പോലീസ് സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുക്കുമെന്നാണ് പോലീസ് ശരി ജയശങ്കർ തുടരുക. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പുറത്താക്കപ്പെട്ട അമ്മ തന്നെ പറയുന്നത് കേൾക്കാം. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡിന്റെ വീട് പൂട്ടി, ഗേറ്റ് ഡോർച്ച് പൂട്ടി, ഞങ്ങൾ വെളിയിലാക്കി. അങ്ങനെ ഇവിടുത്തെ സാറ് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഡോറ് തുറക്കില്ല, കേസ് ഇട്ടിട്ട് പോയതാണ്, അതുകൊണ്ട് ഒരിക്കലും തുറന്നു കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ കുട്ടികളുടെ മരുന്നും എല്ലാ കാര്യങ്ങളും വീടിൻ്റെ അകത്താണുള്ളത്, പക്ഷേ ഡോറ് ഒരു കാരണവശാലും തുറന്നു തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ജയശങ്കർ തുടരുന്നുണ്ട്. ജയശങ്കർ, ഒരു കാരണവശാലും വാതിൽ തുറക്കാനാകില്ല എന്ന് ഭർത്താവ് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? എങ്ങനെയാണ് പോലീസ് ഏത് തരത്തിൽ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്? അതായത് അല്പസമയം മുമ്പാണ് ഇവർ വിഴിഞ്ഞം സ്റ്റേഷനിലെത്തി തങ്ങളുടെ വിഷയം പറയുന്നത്. ഏകദേശം ഉച്ച സമയം മുതൽ തന്നെ ഇവർ വീടിന് പുറത്തായിരുന്നു. ഈ കുട്ടികൾക്കുൾപ്പെടെ ഗുരുതരമായ വൃക്ക രോഗമുള്ള ഉൾപ്പെടെ അസുഖങ്ങളുണ്ട്. സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ നാട്ടുകാരാണ് ഇവർക്ക് വെള്ളവും മറ്റും നൽകിയത്. പിന്നീട് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ട ഒരു ആദ്യഘട്ടത്തിലാണ് ഭർത്താവ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. പക്ഷേ പോലീസ് ഇയാളുടെ നമ്പറിൽ ഉൾപ്പെടെ ബന്ധപ്പെട്ടു. പക്ഷേ പോലീസ് വിളിച്ചിട്ട് ഇയാൾ ഫോൺ എടുക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഭർത്താവ് ഇദ്ദേഹം സർക്കാർ ജീവനക്കാരനെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഇദ്ദേഹം ഫോൺ വിളിച്ചും മറ്റും ഇതുവരെ പോലീസ് ഫോൺ വിളിച്ചതിന് ശേഷം ഫോൺ എടുക്കാത്തൊരു സാഹചര്യമാണ്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പോലീസ് ബന്ധപ്പെട്ടൊരു സമയത്ത് എന്തായാലും അറിയാൻ സാധിച്ചത്. വലിയ തോതിലുള്ള വലിയ മനുഷ്യത്വരഹിതമായ വലിയൊരു വിഷയമാണ്. കാരണം ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നു. അത്തരത്തിൽ നെയ്യാറ്റിൻകര കോടതി ഈ സ്ത്രീക്ക് ഒരു പ്രൊട്ടക്ഷൻ ഓർഡറും നൽകിയിരുന്നു. അത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂരമായൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നാണ് വിഴിഞ്ഞം പോലീസ് പറയുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോലീസ് എന്തായാലും കേസെടുക്കും. ഈ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു വിഷയമാണ്. കാരണം ഒരു അമ്മയെയും ഒരു സ്ത്രീയെയും. ഇത്രയും നാൾ ഇവർ എവിടെയാണ് താമസിച്ചിരുന്നത്? ഇതേ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഭർത്താവിനൊപ്പം? തന്നെയായിരുന്നു താമസിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവരുടെ അത്യാവശ്യം വസ്ത്രങ്ങളും മരുന്നും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആ വീട്ടിലാണ്. അത്തരം ഒരു വീടാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളെല്ലാം നടന്നിരുന്നു. ഒപ്പം തന്നെ ഈ പ്രൊട്ടക്ഷൻ ഓർഡർ നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില അപേക്ഷകൾ ഈ സ്ത്രീ വീണ്ടും കോടതിയിൽ സമീപിച്ചിരുന്നു. ഇതൊക്കെ തന്നെയാണ് പ്രകോപന കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുട്ടികളുടെ ചികിത്സാ രേഖകൾ ഉൾപ്പെടെ വിവരങ്ങളെല്ലാം തന്നെ ഈ വീടിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. അത്തരം ഒരു സാഹചര്യമാണ്. ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചില വിഷയങ്ങളൊക്കെ നിന്നിരുന്നു. ആ വിഷയങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് കടന്നതെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ക്രൂരതയാണ്. 2 പെൺകുട്ടികളെയും കൊണ്ടാണ് അമ്മ ഈ അർദ്ധരാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ അഭയത്തിനായി എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വിഴിഞ്ഞം വവ്വാമൂലയിലാണ് വൃക്കരോഗബാധിതരായ പെൺകുട്ടികളെയും കൊണ്ട്, അതായത് ഇരട്ടക്കുട്ടികളാണ്, അമ്മ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. മൂവരെയും പുറത്താക്കി വീട് പൂട്ടി ഭർത്താവ് മുങ്ങുകയായിരുന്നു. 29 വയസ്സുകാരിയെയും 5 വയസ്സുള്ള ഇരട്ടക്കുട്ടികളോടുമാണ് ഈ ക്രൂരത.
തിരഞ്ഞെടുപ്പ് വർഷത്തിലും ക്ഷേമ പെൻഷൻ കൂട്ടുന്ന പ്രഖ്യാപനമില്ലാതെ സംസ്ഥാന ബജറ്റ്. അതത് മാസത്തെ പെൻഷൻ കുടിശ്ശികയില്ലാതെ നൽകുമെന്നും അവശേഷിക്കുന്ന 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും മാത്രമാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം. 2021 ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കാണ് ക്ഷേമ പെൻഷൻ 1600 രൂപയായി കൂട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ പ്രകടന പത്രികയിൽ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ക്ഷേമ പെൻഷൻ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഈ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ഇക്കുറി 100 രൂപയെങ്കിലും കൂട്ടുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചു. എന്നാൽ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനാണ് മുൻഗണന എന്ന കാഴ്ചപ്പാടാണ് ധനമന്ത്രി ബജറ്റിൽ അവതരിപ്പിച്ചത്. രണ്ടാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് 50,000 കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും. 2011-16 സർക്കാരിൻ്റെ 5 വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് 10,700 കോടി രൂപയുടെ 5 ഇരട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാൻ കഴിയാത്തതിന് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്ര നയങ്ങൾ മൂലമുണ്ടായ വെട്ടിക്കുറവാണ് തടസ്സമെന്നും ധനമന്ത്രി വിശദീകരിക്കുന്നു. LDFന്റെ പ്രകടന പത്രിക 2,500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. LDFന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിന് ഇത്രയേറെ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയില്ലായിരുന്നു അവിടെ. അതിനുശേഷമാണ് 50,000 കോടിയിലധികം രൂപ വെട്ടിക്കുറച്ചത്. ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും പ്രതീക്ഷ പൂർണ്ണമായും കൈവിടേണ്ടതില്ല. മന്ത്രിസഭാ തീരുമാനത്തിലൂടെയോ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിയും. നിലവിലുള്ള കുടിശ്ശിക തീർത്ത ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ കൂട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ കുതിപ്പ് നൽകാൻ ഉതകുന്ന ബജറ്റെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. ബജറ്റ് പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള നിർമ്മിതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മൈതാന പ്രസംഗം പോലെയുള്ള ബജറ്റ് എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വിമർശനം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ശരിയായി എന്ന ബജറ്റിന്റെ ആദ്യ വാചകം തന്നെ കാപട്യമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേരളത്തെ ദുരന്തത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിടുന്നതാണ് ബജറ്റ്. ഭൂനികുതി വർധനവ് സാധാരണക്കാരെ പിഴിയാനെന്നും UDF സമരമാലോചിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യഥാർത്ഥത്തിൽ ഇത് പൊള്ളയായ ഒരു ബജറ്റാണ്. കാരണം നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബജറ്റ്. ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ക്ഷേമാശ്വാസങ്ങൾക്കും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനത്തിനും ഒരുപോലെ ഊന്നൽ നൽകുന്നതാണ് ബജറ്റെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. ഭൂനികുതി ഉയർത്തിയത് സാധാരണക്കാരെ ബാധിക്കില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ബഡ്ജറ്റ് ഭാവിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബഡ്ജറ്റാണ്. അതേസമയം ഇടക്കാലത്തുണ്ടായിരുന്ന വല്ലാത്തൊരു സ്ട്രിഞ്ചൻസി മാറി കുറച്ചുകൂടെ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ടെന്ന് പ്രതീക്ഷ വെക്കുന്ന കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റെന്ന് K. സുരേന്ദ്രന്റെ വിമർശനം. യാതൊരു ഹോംവർക്കും ഇല്ലാതെ അവതരിപ്പിച്ച ഒരു ബജറ്റാണ്. കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടില്ല. കാർഷിക മേഖലയിലെ തകർച്ച പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാരിന് ഇനിയും അവസരമുണ്ടെന്നും പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. 24 തിരുവനന്തപുരം. സ്വന്തം ജില്ലയായ കൊല്ലത്തോട് പ്രത്യേക സ്നേഹം കാണിച്ചിട്ടില്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പ്രത്യേക സ്നേഹം ഒരു ജില്ലയോടുമില്ല, എല്ലായിടത്തും വളർച്ചയുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും KN ബാലഗോപാൽ 24നോട് പറഞ്ഞു. അങ്ങനെ പ്രത്യേക സ്നേഹം ഒരു ജില്ലയോടെയും കാണിക്കുന്നില്ല. കണക്കുകൾ എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായി ഓരോ സ്ഥലത്തുമുള്ള കാര്യങ്ങൾ കാണാം. എല്ലാ സ്ഥലത്തും നല്ലതുപോലെ ഡെവലപ്മെൻറ്റ് വരിക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും റിമോട്ടായ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും, ചെറുപട്ടണങ്ങളിൽ പോലും ഇങ്ങനെ പുതിയ പുതിയ സംവിധാനങ്ങൾ വരുന്നു. അതുമാത്രമാണ് അതിനകത്ത് വന്നേക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമല്ല. ഈ പറഞ്ഞ തുകയെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലത്തായിട്ടൊരു കാര്യം വരത്തില്ല. പിന്നെ ഇപ്പം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും, അപ്പോൾ എൻ്റെ പ്രദേശമായിട്ടുള്ള കൊല്ലത്തുൾപ്പെടെ എല്ലാ സ്ഥലത്തും ധാരാളം കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് വിഴിഞ്ഞം പദ്ധതി ബജറ്റ് പ്രസംഗത്തിന്റെ കവർ പേജാക്കി ധനമന്ത്രിയുടെ മറുപടി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ആവർത്തിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുമായിരുന്നു ബജറ്റ് പ്രസംഗം. കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന പരോക്ഷ സൂചനയും ധനമന്ത്രി നൽകി. വിഴിഞ്ഞം പദ്ധതിയിലൂടെ അതിജീവനം, ഒപ്പം വയനാടിനെ സൂചിപ്പിക്കാൻ മലനിരകൾ. ഇതാണ് ബജറ്റിന്റെ കവർ പേജ്. കേന്ദ്ര അവഗണനയ്ക്ക് കവർ പേജിലൂടെ മറുപടി.
ധനഞെരുക്കത്തിന് കാരണം കേന്ദ്ര നിലപാടുകളാണെന്ന ആമുഖത്തിൽ പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. പക്ഷേ പ്രതിസന്ധി രൂക്ഷമല്ല. അതിജീവനത്തിലാണ് കേരളം. സർ, സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞെരുക്കത്തിൻ്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ധനഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് ആദ്യഘട്ടത്തിൽ 750 കോടി രൂപ, പാക്കേജിന് അധികമായി 85 കോടി. കിഫ്ബി റോഡുകൾക്കും പാലങ്ങൾക്കും ടോൾ വരുമെന്ന സൂചന നൽകി റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കി മാറ്റുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. കിഫ്ബി രൂപീകരിച്ച വേളയിൽ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് വിലയിരുത്തിയിരുന്നു. കിഫ്ബിയുടെ പ്രവർത്തന മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം തുക കടമെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ കൂടുതൽ ഏറ്റെടുക്കുന്നതിനും കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ പരിശ്രമങ്ങളും പഠനങ്ങളും സർക്കാർ നടത്തും. ജലസേചന, വെള്ളപ്പൊക്ക നിയന്ത്രണ, തീരസംരക്ഷണം എന്നിവയ്ക്കായി 610 കോടി രൂപ. വന്യജീവി ആക്രമണം കുറയ്ക്കാൻ 75 കോടി രൂപയും വകയിരുത്തി. കഴിഞ്ഞ തവണ CPIയുടെ തർക്കത്തിന് കാരണമാക്കിയ ഭക്ഷ്യവകുപ്പിന് വിപണി ഇടപെടലിന് തുക വകയിരുത്താത്തത് ഇത്തവണ പരിഹരിച്ചു. 2063 കോടി രൂപ വിപണി ഇടപെടലിന് അനുവദിച്ചു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് 1000 കോടി രൂപയും നൽകി. അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിച്ചുകൊണ്ടാണ് KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. രാഷ്ട്രീയവും സാമൂഹികവുമായ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ശബ്ദം മുഴങ്ങുന്നു. പനാമ കനാൽ എൻ്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഞങ്ങളിങ്ങെടുക്കുകയാണെന്നും ഗാസാമുനമ്പിലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു. ഓരോ ബജറ്റും വരവ് ചെലവ് കണക്കുകളുടെ ഒരു രേഖ മാത്രമല്ല, അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ടാകും. ആ രീതിയിൽ നോക്കിയാൽ ഈ ബജറ്റിൽ കൃത്യമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും മറുപടികളുമുണ്ട്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന സർക്കാരിന് അതിനെ സ്വാധീനിക്കാവുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. സിംഗപ്പൂർ ദുബായ് മാതൃകയിൽ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റുമെന്ന ബജറ്റിൽ പ്രഖ്യാപനം. പുതിയ IT പാർക്കുകളും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും സിൽവർ ലൈനിനെ കുറിച്ച് പരാമർശമില്ല. വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക കർമ്മ പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ മുതൽ പുതിയ IT പാർക്കുകൾ വരെ വമ്പൻ പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണം 2026 പൂർത്തിയാക്കും. വിഴിഞ്ഞത്തെ ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കുകയാണ് ലക്ഷ്യം. ഇതിനനുസൃതമായിട്ടാണ് വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ചാ ത്രികോണ പദ്ധതി. സർ, വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ത്രികോണം ലോകത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ് തുറമുഖങ്ങളായ സിംഗപ്പൂർ, റോട്ടർഡാം, ദുബായ് എന്നിവയുടെ മാതൃകയിൽ വിഴിഞ്ഞത്തെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രത്തിനപ്പുറം ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമായി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സർ, ഈ സങ്കല്പത്തിനനുസൃതമായി വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ചാ ത്രികോണം VKPGT എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി ഒരു SPV രൂപീകരിച്ച് ഭൂവികസന നിക്ഷേപങ്ങളും ശക്തിപ്പെടുത്തും. നേരിട്ടുള്ള ഭൂമി വാങ്ങലിനായി 1000 കോടി രൂപ കിഫ്ബി വഴി വിനിയോഗിക്കും. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തുമായി ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. കണ്ണൂർ വിമാനത്താവളത്തിനടുത്ത 25 ഏക്കറിൽ 293 കോടിയുടെ IT പാർക്ക്. കൊല്ലം നഗരത്തിലും പുതിയ IT പാർക്ക് തുടങ്ങും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം തുടങ്ങും. എന്നാൽ സിൽവർ ലൈൻ പദ്ധതി ബജറ്റിൽ പരാമർശിച്ചില്ല. പൊതുമരാമത്ത് പാലങ്ങൾക്കും റോഡുകൾക്കുമായി 3061 കോടി രൂപയും അനുവദിച്ചു. 24, തിരുവനന്തപുരം. കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം കടുവ ഇറങ്ങിയതായി സംശയം. പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തി. സ്ഥലത്ത് കടുവയുടെ ഇതിന് സമാനമായ കാൽപ്പാടുകളും പതിഞ്ഞിട്ടുണ്ട്. സ്ഥലത്ത് വനം വകുപ്പ് പരിശോധന നടത്തുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം മാലിന്യക്കുഴിയിൽ വീണ 3 വയസ്സുകാരന് ദാരുണാന്ത്യം. രാജസ്ഥാൻ സ്വദേശികളുടെ മകൻ ഋതാൻ ജാജുവാണ് മരിച്ചത്. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് കുട്ടി കയറിയത് എന്നാണ് സിയാലിന്റെ വിശദീകരണം. ജയ്പൂരിൽ നിന്ന് 12 മണിയോടെയാണ് ഋതാൻ ജജുവിന്റെ കുടുംബം കൊച്ചി വിമാനത്താവളത്തിലെത്തിയത്. രക്ഷിതാക്കൾ ഭക്ഷണം കഴിക്കാൻ കയറിയതിനിടയിൽ കുട്ടിയെ കാണാതായി. തുടർന്ന് എയർപോർട്ടിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ വിവരമറിയിച്ചു. 10 മിനിറ്റ് നീണ്ട തെരച്ചിലിനൊടുവിൽ ഹോട്ടലിന് സമീപത്തുള്ള മാലിന്യക്കുഴിയിൽ കുട്ടിയെ കണ്ടെത്തി. കുട്ടിയുടെ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ഓടി വന്നാണ്. അപ്പോഴത്തേക്കും കുട്ടീനെ ടാങ്കിൽ നിന്ന് പുറത്തെടുത്തായിരുന്നു. പുറത്തെടുത്തപ്പോഴത്തേക്കും CPR കൊടുത്തപ്പോഴത്തേക്കും കുറേ വേസ്റ്റും വെള്ളം കൂടെ അടക്കം കുട്ടിയുടെ വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുവാണെന്നുണ്ടായി. 4.5 അടി താഴ്ചയിലേക്ക് വീണ കുട്ടിയെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാലിന്യക്കുഴി തുറന്നിരുന്നതും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാത്തതുമാണ് അപകടത്തിലേക്ക് നയിച്ചത്. അന്വേഷണം പ്രോപ്പറായിട്ട് നടക്കുന്നു.
ഇത്രയും കാര്യം പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ മാക്സിമം നോക്കുന്നു. ആഭ്യന്തര വിമാന സർവീസ് നടക്കുന്നിടത്തെ അന്നാസാറ കഫേക്ക് സമീപത്തായിരുന്നു അപകടം. ഈ മേഖലയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലെന്നാണ് കൊച്ചി വിമാനത്താവളത്തിന്റെ വിശദീകരണം. സംഭവസ്ഥലത്ത് പോലീസും ഫോറൻസിക്കും പരിശോധന നടത്തി. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ആലപ്പുഴ ചാരുമൂട്ടൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പേവിഷബാധ. കുട്ടിയെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 മാസം മുൻപ് കുട്ടിയുടെ ദേഹത്ത് നായ ചാടി വീണിരുന്നു. മുറിവുകളില്ലാത്തതിനാൽ വാക്സിൻ എടുത്തിരുന്നില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെൺപകലിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ. വെൺപകൽ സ്വദേശി സൂര്യഗായത്രിയെയാണ് ആൺ സുഹൃത്ത് ബിപിൻ വീട്ടിൽ കയറി വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. യുവതിയെ ബൈക്കിൽ കെട്ടിവെച്ച് പ്രതി നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് നെയ്യാറ്റിൻകര വെൺപകലിൽ യുവതിയെ ആൺസുഹൃത്ത് വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചത്. കൊടുങ്ങാവിള സ്വദേശി ബിബിനാണ് ആക്രമണത്തിന് പിന്നിൽ. വീട്ടിൽ യുവതി ഒറ്റയ്ക്കുള്ളപ്പോഴായിരുന്നു ആക്രമണം. വെട്ടുകത്തികൊണ്ട് തലയ്ക്കും കൈക്കും കാലിനും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ടെറസിൽ സൂര്യഗായത്രി ഫോൺ ചെയ്ത് നിൽക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാമി അവിടെ എന്തൊരു പ്രശ്നം നോട്ട്. ഞാൻ പറഞ്ഞില്ലടി, അവളോട് വേരിയിരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ഇല്ല മാമി, അയ്യോ എന്നൊരു വിളിയായിട്ട് പിന്നെ ഒന്നും കേൾക്കണില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ വാച്ചെ ഓടി വിടുന്നപ്പം പിന്നെ വീട്ടിനകത്ത് ഇവിടെ ബ്ലഡ് കെട്ടി കിടക്കണം. ഞാൻ വീട്ടിനകത്ത് എല്ലായിടവും വിളിച്ചിട്ടൊന്നും വിളിയാക്കണ്ട. തിരിച്ച് ഞാൻ മോളിൽ കയറിയപ്പോൾ വെട്ടുകൊത്തി രക്തപ്രളാറ്റ് കിടക്കണം. ആക്രമിച്ച ശേഷം യുവതിയെ സ്കൂട്ടറിൽ കെട്ടിവെച്ച പ്രതി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു. സൂര്യഗായത്രിയുമായി പ്രതി പോകുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. യുവതിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെ കാഞ്ഞിരംകുളം നെല്ലിമൂട് ഭാഗത്തു നിന്നാണ് ബിബിൻ പിടിയിലായത്. 24 തിരുവനന്തപുരം. മൈസൂരിലുണ്ടായ വാഹനാപകടത്തിൽ വയനാട് സ്വദേശിനിക്ക് ദാരുണാന്ത്യം. മാനന്തവാടി സ്വദേശിനി അലീഷയാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശാന്തി നഗറിലെ ജോസ് റീന ദമ്പതികളുടെ മകളാണ്. നൃത്താധ്യാപികയായ അലീഷ വിവിധ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭർത്താവ് ജോബിനൊപ്പം പോകുമ്പോൾ ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജോബിൻ ചികിത്സയിൽ. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.